ഓരോ ആരാധകൻ്റെ മനസ്സിലും ഇപ്പോൾ സച്ചിനും ദ്രാവിഡും ഗാംഗുലിയും ഒക്കെ അവരൊക്കെ നമ്മുടെ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയങ്ങളിൽ ഓരോരോ അറകളിൽ കൃത്യമായി അവർക്ക് സ്ഥാനമുണ്ട്. അത് അവരുടെ കളിക്കളത്തിലെ പ്രകടന മികവാകാം, കളിക്കളത്തിലെ പെരുമാറ്റ മികവാകാം, കളിക്കളത്തിന് പുറത്ത് അവർ എങ്ങനെ നല്ല മനുഷ്യരായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു, മാതൃകാ പുരുഷന്മാരായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും ഗാംഗുലിയും ഒക്കെ അല്ലേ. ഗാംഗുലി കുറച്ചൊരു ആവേശത്തിൻ്റെ ഒരു രൂപമാണെങ്കിൽ, സച്ചിൻ പ്രതിഭയുടെ പക്വതയുടെ ഒരു രൂപമാണെങ്കിൽ, രാഹുൽ ദ്രാവിഡ് ഒരു സംരക്ഷകൻ്റെ അല്ലേ, ഒരു ടീമിനെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ എങ്ങനെ സംരക്ഷിച്ചു നിർത്താം. അത് ഒരുപക്ഷെ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയാലും അതിനോടൊന്നും ഒരു മുഖവും കറുപ്പിക്കാതെ ഒരു സംരക്ഷക റോളിൽ ഏറ്റവും പക്വതയായ ഒരു രൂപത്തിൽ കളിക്കളത്തിൽ ഇടപെട്ട രാഹുൽ ദ്രാവിഡ് അതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെയും ആരാധകരുടെയൊക്കെ മനസ്സിലുള്ളത്. അപ്പോൾ അവരൊക്കെ അർഹിക്കുന്ന രൂപത്തിൽ അവർക്ക് അവരുടെ ഇഷ്ടമേഖലയിൽ നിന്ന് വിടവാങ്ങാൻ കഴിയുന്നത് തീർച്ചയായും ഒരു വലിയ ഭാഗ്യം കൂടിയാണ്. അത് നമ്മുടെ താരങ്ങൾക്ക് കിട്ടുന്നു എന്നത് വളരെ സന്തോഷകരമാണ്. ഇപ്പോൾ കോഹ്ലിക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ രോഹിത്തിനടക്കം ഈ കിരീടം കിട്ടിയിരുന്നെങ്കിൽ രോഹിതും അല്ലേ നിരാശയുടെ പടുകുഴിയിൽ വീണു പോകുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് പുറമേ നിന്ന് അവർ ഇത്രയൊക്കെ നേടിയല്ലോ, ഇത്രയുമൊക്കെ ആളുകൾ പെട്ടെന്ന് പറയാം ഇവരൊക്കെ ഇത്രയും പണം സമ്പാദിച്ചല്ലോ, ഇത്രയും പേര് നേടിയില്ലെന്ന്. പക്ഷേ അവർ ഒരുപക്ഷെ പണത്തിനും അല്ലെങ്കിൽ പേരിനുമൊക്കെ അപ്പുറത്തേക്കാണ് അവർ ആ ഒരു മേഖലയെ, ക്രിക്കറ്റായാലും ഫുട്ബോളായാലും ഇതിനെയും സ്നേഹിക്കുന്നത്. അപ്പോൾ അതിലെ നേട്ടങ്ങളാണ് അല്ലേ, അതിലെ വിജയങ്ങളാണ്, രാജ്യത്തിൻ്റെ അഭിമാനം എത്രത്തോളം ഉയർത്താൻ എൻ്റെ മികവിന്, എൻ്റെ പ്രതിഭയ്ക്ക് കഴിഞ്ഞു എന്നതാണ്. ആ ചോദ്യത്തിനാണ് ഓരോ കായിക താരവും ഓരോ മനുഷ്യനും തീർച്ചയായും ഉത്തരം നൽകേണ്ടത്. ആ ഉത്തരം നൽകുമ്പോൾ അതിൽ 100-ൽ 100 നൽകാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് 100-ൽ 100 നൽകാൻ ഇപ്പോൾ കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഒക്കെ കഴിയുന്നു രജിലെ. തീർച്ചയായിട്ടും ഇപ്പം രാഹുൽ ദ്രാവിഡിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. കാരണം രാഹുൽ ദ്രാവിഡ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിരുന്നു. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങളിൽ തന്നെ ഒരു വൻമതിൽ എന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പോലും ഇന്ത്യക്ക് ഏറ്റവും വിശ്വസിക്കാൻ കഴിയാവുന്ന. രജിലെ ഒറ്റ കാര്യം, നമ്മുടെ പ്രേക്ഷകരൊക്കെ യൂട്യൂബിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഫെർണാണ്ടോ ശരി പേര് അതാണെന്ന് അറിയില്ല. പ്രിയപ്പെട്ട മാതൃഭൂമി, രോഹിത് ആദ്യമായിട്ടല്ല വേൾഡ് കപ്പ് അടിക്കുന്നത്, 2007 T20 വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്. ശരിയാണ്, ഞാൻ പറഞ്ഞത് രോഹിത് ഒരു നായകനായിട്ട് പ്രേക്ഷകൻ കേൾക്കുന്നുണ്ടെങ്കിൽ, രോഹിത് ഒരു നായകനായിട്ട് വന്നിട്ട് അദ്ദേഹത്തിനൊരു പ്രധാനപ്പെട്ട കപ്പടിക്കാതെ പോവുക എന്നത് ഒരു നായക സ്ഥാനത്ത് നിന്നയാൾക്ക് വിഷമമുണ്ടാക്കുന്ന കാര്യമല്ലേ. അപ്പം അതിനും കൂടി സാധ്യമായി എന്നതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ശരി, അങ്ങനെയാണെങ്കിൽ എന്തായാലും കോഹ്ലിയുടെ കാര്യവും പറയാം. കാരണം 2011 കോഹ്ലിയും കളിച്ചിട്ടുണ്ട് ആ രീതിയിൽ. പക്ഷേ ഒരു ഏറെക്കാലത്തിന് ശേഷം കിട്ടുന്ന ഒരു കിരീടമാണ്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അപ്പോൾ രാഹുൽ ദ്രാവിഡിൻ്റെ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു പോയാൽ, രാഹുൽ ദ്രാവിഡ് ഈ ലോകകപ്പോടുകൂടി ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണ്. അതായത് ജൂലൈ അടുത്ത മാസത്തോടു കൂടി, അല്ലെങ്കിൽ അതിനടുത്ത മാസമൊക്കെ ഒരു പുതിയ പരിശീലകനെ കൂടി ഇന്ത്യ തേടുന്നുണ്ട്. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന, ടീമിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ഒരു പരിശീലന മികവ് ആ രീതിയിൽ കൂടി അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്ന ഒരു ടൂർണമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സന്തോഷം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ടീം കപ്പ് ഏറ്റുവാങ്ങിക്കൊണ്ട് നടത്തുന്നതിൽ ഏറ്റവും മുന്നിൽ തന്നെ നിന്ന് അതിൻ്റെ ആഹ്ലാദം മുഴുവൻ പങ്കിടുന്നുണ്ട് രാഹുൽ ദ്രാവിഡ്. അദ്ദേഹം പരിശീലകനായ ശേഷം ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിരീടമാണ് ഇന്നത്തേത്. ആ അർത്ഥത്തിൽ അതിന് വലിയ പ്രാധാന്യം രാഹുൽ ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം പുതിയ ക്രിക്കറ്റർമാരെ വളർത്തിക്കൊണ്ടുവരുന്നതിലടക്കം ഇപ്പോൾ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമടക്കം നമുക്ക് അറിയാവുന്നതായിരുന്നു. നേരത്തെ അദ്ദേഹത്തിൻ്റെ അവിടെ നൽകിയിട്ടുള്ള പരിശീലനത്തിലടക്കം വളരെ ശ്രദ്ധയൂന്നി അദ്ദേഹം നിരവധി താരങ്ങളെ ഇന്ത്യൻ ടീമിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ആ അർത്ഥത്തിലെല്ലാം തന്നെ രാഹുൽ ദ്രാവിഡ് നൽകിയിട്ടുള്ളത് ഒരു കളിക്കാരനായും പരിശീലകനായും വലിയ സംഭാവനകൾ ഇന്ത്യക്ക് നൽകാൻ കഴിഞ്ഞു. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണത അദ്ദേഹത്തിനും കിട്ടിയിട്ടുണ്ട്. ഈ ലോകകപ്പ് അവസാനിക്കുന്നതോടുകൂടി പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തന്നെയായിരുന്നു. ഇപ്പം